നമ്മളിപ്പോൾ വെറുതെ പുറത്തിറങ്ങുമ്പോൾ ചിലർ ഈ ഓൺലൈൻ മീഡിയക്കാരെ കാണുകയാണെങ്കിൽ അവരെപ്പോഴേ ക്യാമറ എടുക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു പാപ്പരാസി കൾച്ചറിനെ കുറിച്ചിട്ട്. അത് ഒരു പരിധിവരെ നമ്മളുടെ പേഴ്സണൽ സ്പേസിനെയും ഫ്രീഡത്തിനെയും ഒക്കെ വല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കൾച്ചർ തന്നെയാണ്. അപ്പോൾ എന്നാൽ സിനിമയുടെ വിജയമോ അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതൊരു അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ബിക്കോസ് വി ആർ ലിവിങ് ഇൻ സോഷ്യൽ മീഡിയ എറ. അപ്പോൾ അതിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം ഒത്തിരി ആൻസറബിൾ ആവേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? നമ്മുടെ നാട്ടിൽ ഇത് പുതിയതാണ്. ഇതൊക്കെ പാപ്പരസി കൾച്ചർ ഹാസ് ബീൻ ദേർ ഫോർ ഇയേഴ്സ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇല്ലായിരുന്നേ ഉള്ളൂ. നമ്മളിപ്പോഴാണ് ഒന്ന് വളർന്നു വന്നത് ടു സ്റ്റാർട്ട് എ പാപ്പരസി കൾച്ചർ. അപ്പോൾ ഇത് പണ്ടുപോലെ ഉണ്ട്. ഇത് സെലിബ്രിറ്റീസ്, ഹോളിവുഡിലൊക്കെ സെലിബ്രിറ്റീസ് ഇത് ഡെയിലി ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, നമ്മൾ ലോകം വളർന്നുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ ക്യാപിറ്റലൈസ്ഡ് ഒക്കെ ആവുമല്ലേ. അപ്പോൾ ദിസ് ഈസ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു വോണ്ട് ടു ബിക്കം എ സെലിബ്രിറ്റി. ഇതൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇപ്പം സെലിബ്രിറ്റി ആവുക എന്ന് പറയുന്നത്, അതും ഇക്കാലത്ത് സെലിബ്രിറ്റി ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കം എ ലോട്ട് മോർ ഈസിയർ. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ചോയ്സാണ് ഇതിലേക്ക് വരണോ വേണ്ടതെന്നുള്ളത്. നിങ്ങളെ നിർബന്ധിക്കുന്നൊന്നുമില്ല. ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മൾ റെക്കഗ്നൈസ്ഡ് ആണ്. നമുക്ക് ഫെയിമുള്ള ആൾക്കാരാണെങ്കിൽ കുറേ പ്രിവിലേജസ് കിട്ടും. എന്തിനാ വെറുതെ നമ്മളൊരു ഹോട്ടലിൽ പോവാം, അവിടെ നമുക്ക് കിട്ടുന്ന നമ്മളൊരു സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ഹോസ്പിറ്റാലിറ്റി ചെറുതല്ല. അപ്പം അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട്. നമുക്ക് വെറുതെ കുറേ പേര് കുറച്ച് ഗുണങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടില്ല. ഇതിന് കുറേ കൊളാട്രൽ ഡാമേജ് ഉണ്ട് ഇതിൻ്റെ കൂടെ വരുന്നത്. അതായത് നമ്മളിതെല്ലാം വേണം, പക്ഷെ നമുക്ക് പ്രൈവസിയും വേണമെന്ന് പറയുന്നതിൽ ഇത് ഞാനും ഇഷ്ടംപോലെ, നമുക്ക് ഇഷ്ടംപോലെ മാനസികമായ ബുദ്ധിമുട്ടുകൾ. ഇപ്പം ഇത്രയും കമൻസ് വരുമ്പോഴും നമ്മളിപ്പോൾ വെറുതെ പുറത്തിറങ്ങുമ്പോൾ ചിലർ ഈ ഓൺലൈൻ മീഡിയക്കാരെ കാണുകയാണെങ്കിൽ അവരെപ്പോഴേ ക്യാമറ എടുക്കും. ഇതൊക്കെ നമുക്ക് ദേഷ്യമാണ്. ഞാൻ ചിലപ്പോൾ മൈൻഡ് ചെയ്യും, ഞാൻ ചിലപ്പോൾ പിന്നെ മറ്റേ പുച്ഛം കാണിക്കും, ഇവരോട് ദേഷ്യപ്പെടും, നിങ്ങൾക്ക് എന്തിനാ സൂക്കടാന്ന് ചോദിക്കും. ഇതൊക്കെ ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. If you are a celebrity, it's part of life.